ഹലോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ പൊക്കി പിടിച്ച് എങ്ങോട്ടാണെന്ന്. വീഡിയോസൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമുക്കൊരു റിംഗ് ലൈറ്റും ഒരു ട്രൈപ്പോഡും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുറേ തപ്പി നോക്കി, ഓൺലൈനിൽ നോക്കി, പിന്നെ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത പ്രൈസിന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. സാധാരണ ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഒന്നെങ്കിൽ ജനലിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടിയുടെ പുറത്തങ്ങനൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് എൻ്റെ ഫോൺ തറയിൽ വീണിട്ട് അതിൻ്റെ സ്ക്രീൻ കാർഡ് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഒരു ട്രൈപ്പോഡ് തന്നെ വാങ്ങണമെന്ന്. അതിൻ്റെ കൂടെ റിംഗ് ലൈറ്റും കൂടി ആകുമ്പം കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ മെൻ്റലി ഫിസിക്കലി ഒന്നും അങ്ങോട്ട് ഓക്കെ അല്ല, അതുകൊണ്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. വാങ്ങിയപ്പോൾ കുറച്ച് വലിയ റിംഗ് ലൈറ്റ് തന്നെ വാങ്ങി. ഇതൊരു 18 ഇഞ്ചസിൻ്റെ റിംഗ് ലൈറ്റാണ്. ഇതിൽ കുറേ കളർ കോഡൊക്കെ ഉണ്ട്. എനിക്കിതിനെപ്പറ്റി അങ്ങനെ ആധികാരികമായി സംസാരിക്കുന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ റിംഗ് ലൈറ്റ് ആണെങ്കിലും സ്റ്റാൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. പിന്നെ ആ പൈസയ്ക്ക് അത് വർത്താണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു 65 പൗണ്ടൊക്കെയാണ്, നാട്ടിൽ ഏകദേശം ഒരു 6500 രൂപയൊക്കെ ഉണ്ടാവും. ഇത് സെറ്റപ്പ് ചെയ്യാൻ ഞാൻ കുറേ ടൈം എടുത്തു കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ ഈ 2 മിനിറ്റ് വീഡിയോസ് കാണുന്ന പോലെയല്ല, ഞാൻ ഏകദേശം ഒരു 1 ഹവറെങ്കിലും ഇതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആദ്യം എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇത് എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടിയിലാണെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുവിധം എങ്ങനെയൊക്കെയോ തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പിന്നെ എനിക്കിനി ഫോൺ വെക്കാനൊരു സ്റ്റാൻഡായി, അത്യാവശ്യം ലൈറ്റിംഗ് ഉണ്ട്. UK-യിലൊക്കെ ഒരുവിധം എല്ലാ വീഡിയോകളിലും കുറച്ച് വാം ലൈറ്റാണ്, അപ്പോൾ നമുക്ക് അത്ര ബ്രൈറ്റ് ആയിട്ടൊന്നും വീഡിയോസിൽ കിട്ടുമൊന്നുമില്ല. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ വെച്ച് എവിടെയോ തന്നെ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തിയ പോലെ എനിക്ക് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് കംബാക്ക് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്ത് കൂട്ടുന്നത്. സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കുറേ ടെൻഷനും കുറേ പ്രഷറും കുറേ സ്ട്രെസ്സും ലൈഫിൽ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് ഞാൻ 2026 ഇങ്ങനൊരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. എത്രത്തോളം പോകുമെന്നൊന്നും അറിയില്ല, പക്ഷേ മാക്സിമം എന്നെക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അത്ര ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കും. അതൊക്കെ വിട്. ഇത് കണ്ടില്ലേ, ഇതിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റിംഗ് ലൈറ്റാണ് കേട്ടോ. പിന്നെ ഇതിൽ ആ 2 ഇത് നമുക്ക് സ്ക്രൂ പോലത്തെ ഇത് നമുക്ക് ബ്രൈറ്റ് ആക്കാനും ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഇതാണ്. പിന്നെ 3 മൊബൈൽ വെക്കാം. പിന്നെ ഇത് റിമോട്ട് കൺട്രോളാണ് കേട്ടോ. നമുക്കിപ്പം നമ്മൾ ബെഡിലൊക്കെ ഇരുന്നാണ് വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കളർ ചേഞ്ച് ആക്കാം, അഡ്ജസ്റ്റ് ആക്കാം, ബ്രൈറ്റ്നസ് കുറയ്ക്കാം, കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റിമോട്ടും അതിൻ്റെ കൂടെ 2 ബാറ്ററിയും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാനിത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വീഡിയോസ് കാണുന്നത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ എന്തുതരം വീഡിയോസ് എന്തുതരം കണ്ടൻറ്റാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു വാം ലൈറ്റാണ്. പിന്നെ ഇത് കുഴപ്പമില്ല, ഇത് റിമോട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു DJ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. റെഡ്, വൈറ്റ്, ഗ്രീന്, ബ്ലൂ, പർപ്പിൾ, യെല്ലോ, സംഭവം എന്തായാലും കൊള്ളാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.